പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഡ്രോണുകൾ തൊടുത്തുവിട്ട ആ ടെറർ ലോഞ്ച് പാഡ് ഇന്ത്യ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ജമ്മുവിൽ നിന്ന് വളരെ അടുത്താണ് ആ ടെറർ ലോഞ്ച് പാഡ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റും ഇന്ത്യ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണത്. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഡ്രോണുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരുന്ന പ്രദേശം തന്നെ, ആ ഉത്ഭവസ്ഥാനം തന്നെ ഇന്ത്യ തകർത്തിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, 2 പോർ വിമാനങ്ങളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത്, 2 ഫൈറ്റർ ജെറ്റുകൾ. ആ ഫൈറ്റർ ജെറ്റിലുണ്ടായിരുന്ന പൈലറ്റുകൾക്കായി CRPF-ഉം BSF-ഉം ജമ്മു കശ്മീർ പോലീസും ഇന്ത്യൻ സൈന്യവും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വളരെ നിർണായകമാണ് ഈ നീക്കങ്ങൾ. ആര്യ, ഇന്ന് രാവിലെ പാകിസ്ഥാൻ വ്യോമസേനയുടെ 2 ജെറ്റുകളാണ് ഇന്ത്യ തകർത്ത് ഇട്ടത്. ശ്രീനഗറിലും വടക്കൻ കാശ്മീരിലുമാണ് ഈ 2 ജെറ്റുകൾ തകർത്തത്. ഇതിൻ്റെ പൈലറ്റുമാരെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ആ മേഖലയിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പാകിസ്ഥാൻ വലിയ തോതിൽ ഇന്ധനക്ഷാമത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇസ്ലാമാബാദിലെ ഈ ഫ്യൂവൽ പമ്പുകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയിലുമൊക്കെയായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് കനത്ത മറുപടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നൽകിയിരിക്കുന്നത്. 8 നഗരങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അത് പാകിസ്ഥാൻ തന്നെ ഏകദേശം സ്ഥിരീകരിക്കുകയാണ്. റാവൽപിണ്ടിയിൽ അടക്കം എയർ സ്റ്റേഷനുകൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കനത്ത തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ നൽകി എന്നുള്ളതാണ് ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത നീക്കം, രാജ്യത്തിൻ്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരം അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ഇടതുവശത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് പാകിസ്ഥാന്റെ സൗത്ത് പഞ്ചാബിലെ ഒരു എയർബേസ് ആണ്. റഹീമിയാർ ഖാർ എയർബേസ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടതായി ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 4ാമത്തെ എയർബേസ് ആണ്, പാകിസ്ഥാന്റെ 4ാമത്തെ എയർബേസും ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു. സൗത്ത് പഞ്ചാബിലാണ്, പാകിസ്ഥാൻ പഞ്ചാബിലെ സൗത്ത് പഞ്ചാബിലാണ് റഹീമിയാർ ഖാർ എയർബേസ്. ഇന്ത്യ റഹീമിയാർ ഖാർ എയർബേസ് തകർത്തതിന്റെ ദൃശ്യങ്ങളാണ്. വളരെ ആഴത്തിലുള്ള കുഴികൾ അവിടെ രൂപപ്പെട്ടതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അനൂപ് ദാസ് കൂടി ഡൽഹിയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, നിർണായകമായ യോഗങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും കൂടിയാലോചനകളും അനൂപ്? നമ്മുടെ സേനാ മേധാവിമാരെല്ലാം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 10 മണിക്ക് അവരെല്ലാം രാജ്നാഥ് സിംഗുമായി, പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം രാജ്നാഥ് സിംഗ് ഇവിടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തും. എന്താണ് നിലവിലെ സ്ഥിതിഗതികളെന്ന് അതിർത്തിയിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. എങ്ങനെ പ്രതിരോധം ശക്തമാക്കാനാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ പറയാനാണ് സാധ്യതയുള്ളത്. എന്തായാലും അതിനുശേഷമേ ഈ രാജ്നാഥ് സിംഗും കര, വ്യോമ, നാവിക സേന മേധാവിമാരും ഒപ്പം തന്നെ സംയുക്ത സൈനിക മേധാവിയും ചേർന്നുള്ള യോഗം. അത് കഴിഞ്ഞ് രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ കാണുന്നു. ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടി ആ യോഗത്തിലുണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം മാത്രമേ ഒരു ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിനൊക്കെ സാധ്യതയുള്ളൂ. എന്തായാലും രാജ്യം ഇപ്പോൾ അതിർത്തിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു യുദ്ധസമാന സാഹചര്യത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ ഇന്ന് നടക്കുക ഇവിടെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ്.